നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം. യുദ്ധത്തിൽ രാജ്യത്തിന് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് മുഖപത്രത്തിൽ വിമർശനം. പഹൽഗാം ആക്രമണത്തിൽ ഭാരതത്തിന് ലോകരാഷ്ട്രങ്ങളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ലെന്നും വിമർശനം. ഭാരതത്തിൻ്റെ ആക്രമണം ചൈനയുടെ സാങ്കേതിക വിദ്യയ്ക്ക് ആയുധ വിപണിയിൽ കുതിപ്പുണ്ടാക്കി എന്നും മുഖപത്രം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും മുഖപത്രത്തിൽ വിമർശിക്കുന്നുണ്ട്. റഫാൽ യുദ്ധവിമാനങ്ങളുടെ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ BJPക്ക് നേട്ടമുണ്ടാക്കാൻ എന്നും സുപ്രഭാതം. ഭാരതവും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിലേർപ്പെടുമെന്ന് കരുതുകയും നിരാശപ്പെടുകയും ചെയ്തവർ നമ്മുടെ രാജ്യത്തുണ്ടോ? ദേശവിരുദ്ധതയിൽ അഭിരമിക്കുന്നവരുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? നമുക്ക് ചർച്ച ചെയ്യാം. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ, BJP വക്താവ് പി ശ്യാംരാജ്, മുസ്ലിം ലീഗ് നേതാവ് CVM വാണിമേൽ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നിവർ പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മഹത്തായ വിജയം ഭാരതം കൊണ്ടാടുമ്പോൾ അത് കുറച്ച് കാണുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താവും? ഈ മുഖപ്രസംഗം അത് താങ്കൾ ഒരു പക്ഷേ വായിച്ചു കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ദേശവിരുദ്ധത പ്രകടമാണ്. സമസ്ത സുപ്രഭാതത്തിലൂടെ ഇത് വിളിച്ചു പറയണമെങ്കിൽ എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? നമസ്കാരം. സുപ്രഭാതത്തിൻ്റെ ആ ഒരു കുറിപ്പ് അത് ഏറ്റവും ഒടുവിലാണ് ഞാൻ വായിക്കാനിട വന്നത്. ഇങ്ങനെ ഒരു വാർത്താ പരിപാടി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്നാൽ അതെന്താണെന്ന് അറിയണമല്ലോ. കാരണം അല്ലാതെ അതെവിടെയെങ്കിലും ചർച്ചയായതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വായിക്കണമെന്ന് തോന്നി. വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, അതിന് ഒരു മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ 0 മാർക്കാണ് നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷെ ഞാൻ അതിലൊരു 3 മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉള്ളതുകൊണ്ടാണ്. അത് ഞാൻ ഒടുവിൽ പറയാം. പക്ഷേ എന്തുകൊണ്ട് അത്രമാത്രം കുറഞ്ഞു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രത്യേകമായിട്ട് മറ്റാരും പറയാത്ത എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് ആവർത്തിച്ചിട്ടുള്ളൂ. അതിനകത്ത് ചില അവരുടേതായിട്ടുള്ള ചില ട്വീക്കിങ്സ് അതിനകത്തുണ്ട് എന്നുള്ളതല്ലാതെ പ്രത്യേകമായിട്ട് ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ അതിനിപ്പോൾ ദേശവിരുദ്ധത എന്ന് ഇവിടെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പൊതുവെ ഇത്തരത്തിലുള്ള ഇവിടുത്തെ ഓപ്പോസിഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ വിഷയത്തിലുള്ള ഒരു ശരിയല്ലാത്തൊരു നടപടി, ഒരു നിലപാട്, ഇതൊക്കെയാണ് നമുക്ക് അതിനകത്ത് കാണാനുള്ളത്. അതൊരു വശത്ത്. പിന്നെ ഇത് എഴുതിയത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള, അറബി നാമധാരിയായിട്ടുള്ള ആരെങ്കിലും ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സിറാജിലായതുകൊണ്ട് അവർ പാകിസ്ഥാൻകാരാണെന്നോ അതല്ലെങ്കിൽ അതുകൊണ്ട് അവർ ദേശവിരുദ്ധരാണെന്നോ അങ്ങനെയല്ല നമ്മളതിനെ കാണുന്നത്. ഈ ഒരു വലിയ പ്രശ്നം, നമ്മൾ നേരിട്ട ഒരു തീവ്രവാദ ഒരു പ്രശ്നം, അതിനോട് ദേശം പ്രതികരിക്കുന്ന രീതി, സൈനികമായ നടപടികൾ എടുക്കേണ്ട ഒരു ഘട്ടം, അങ്ങനെ എടുക്കുന്ന ഘട്ടത്തിൽ നമ്മൾ കൈക്കൊള്ളുന്ന ഒരു പ്രത്യേകമായ രീതികൾ, ഇതെല്ലാം കൈക്കൊള്ളുമ്പോൾ അതിനോട് യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഉണ്ടാവും. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. ഇപ്പോൾ ഇസ്രായേലിൽ കാണുന്നു, US നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖിനെതിരെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ പോലും അതിനും യോജിച്ചവരുണ്ട്, യോജിക്കാതെ നിന്നവരുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നപ്പോൾ യോജിച്ചവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എല്ലായിടത്തും നമ്മളങ്ങനെ കാണുന്ന പോലെ ഇതിലും അങ്ങനെയുള്ള ഒരു സാഹചര്യം. അതെന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കാനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതിനകത്ത് ആ രീതിയിൽ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നത്തെക്കാൾ ഉപരി ഞാനിതിൽ കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതാണ് ഇതിലെടുത്ത് അവരുടെ ആ കുറിപ്പിൻ്റെ തന്നെ തുടക്കത്തിൽ അവരൊരു ബോക്സിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം അത് തന്നെയാണ്. എന്താണ് ഇപ്പോൾ ഈ മോദി സർക്കാരിന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ഒരു താല്പര്യം, ഇങ്ങനെയുള്ള പാർലമെന്ററി മര്യാദകളൊക്കെ എന്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് വന്നു എന്നൊരു ചോദ്യമാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത്, വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ബാഹ്യലോകത്തെ എന്തോ ചിലത് ബോധ്യപ്പെടുത്തുക എന്നതിനൊപ്പം സ്വന്തം ജനതയെ കൂടി മോദി സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇതാദ്യമായാണ് മോദി സർക്കാരിന് പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെക്കുറിച്ച് ബോധമുണ്ടാകുന്നത് എന്നത് അതിനകത്ത് ഒരു വലിയ ഒരു ബോക്സിലായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് വളരെ മികച്ച ഒരു കണ്ടെത്തലാണെന്ന് ഞാൻ പറയാം. കാരണം
പലപ്പോഴും ഞാൻ പേഴ്സണലി പറയാറുള്ള നമ്മളൊരു ഒപ്പീനിയനായിട്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഇത് പറയുന്നതിൻ്റെ പേരിൽ നമ്മളെ സംഘിച്ചാപ്പയും മറ്റു പല ചാപ്പകളും അടിക്കാറുണ്ട്. നമ്മളത് കാര്യമാക്കാറില്ല. ആ സംഗതി തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണത്? അതായത് ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദു രാഷ്ട്രമാകില്ല, ഒരു ഹിന്ദു താലിബാൻ ആകില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങൾക്ക് താലിബാൻ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ കാണുന്നു, അല്ലെങ്കിൽ ഇറാനിയൻ ആ ഒരു ഇസ്ലാമിക തീവ്ര ഒരു ഭീകര ഭരണകൂടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള മതരാഷ്ട്രങ്ങളെ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയുന്നു. അവിടെ അവർ മത നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ജനാധിപത്യ, മതേതര അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യപരമായിട്ടുള്ള മൂല്യങ്ങൾ, നിയമങ്ങൾ ഇതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് മതത്തിൻ്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. എന്തിനേറെ ഒരു പെൺകുട്ടിക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പോലും അനുവാദമില്ല രീതിയിൽ അവിടെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലൊക്കെ കണ്ടത് പോളിയോ വാക്സിൻ എടുക്കാൻ പോലും അനുവദിക്കുന്നില്ല. അവരുടെ മെഡിക്കൽ ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന താലിബാനികളെ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മതം വാഴുന്ന ഒരു താലിബാനായിട്ട്, ഒരു ഹിന്ദു താലിബാനായിട്ട് ഇന്ത്യക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതിന് കൃത്യമായൊരു കാരണമുണ്ട്. അതെന്താണ്? അങ്ങനെ ഒരു പ്രവണത ഇന്ത്യയിൽ വന്നാൽ അതിനെ എതിർക്കാൻ, അതിനെ ആ രീതിയിലൊരു ട്രാൻസ്ഫോർമേഷനെ ചെറുക്കാൻ ഇവിടെ ഒരു മുസ്ലിം പക്ഷക്കാരനോ അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ വേണ്ട, ഒരു മതമില്ലാത്തവനും വേണ്ട, ഒരു നിരീശ്വരവാദിയുടെ ആവശ്യമില്ല. ഇവിടെ ഹിന്ദു മത വിശ്വാസികൾ തന്നെ അതിന് മുന്നോട്ട് വരും എന്നതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, അത് അകത്തു നിന്നുള്ള ഒരു കാരണമാണ് ഇപ്പോൾ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ളൊരു കാരണം കൂടിയുണ്ട്. അതെന്താണ്? ഇന്ത്യ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ണും പൂട്ടി ഇമ്പൾസീവായിട്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടുക, അത് വെച്ചുകൊണ്ട് കയ്യടി നേടുക, അല്ലെങ്കിൽ ആരെങ്കിലും വീരപരിവേഷം ഉണ്ടെന്ന് ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, ഇതല്ല ഇന്ത്യയുടെ രീതി. നമുക്ക് എവിടെയും അത് ഇതുവരെ ചരിത്രത്തിൽ കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോക ആ ഒരു രാജ്യങ്ങളെയും കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കും മുന്നിൽ നമ്മൾ മോശക്കാരല്ല എന്ന് കാണിച്ചുകൊണ്ട്, അത് പല ഉദ്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം വ്യാപാര ബന്ധങ്ങളും മറ്റു സൗഹൃദങ്ങളൊക്കെ തന്നെയാണ്. അതിനെല്ലാം പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അത് ഇന്ത്യ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് ഇന്ത്യ എന്നല്ല, സിവിലൈസ്ഡ് ആയിട്ട് നിലനിൽക്കുന്ന ഏതൊരു രാജ്യത്തിനും അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. എന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ജനവിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് അങ്ങനെ ഇന്ത്യക്ക് നിൽക്കാൻ കഴിയുള്ളൂ, അങ്ങനെ നിന്നിട്ടുള്ളൂ, അങ്ങനെ ഇനിയും നിൽക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരോട് പറയാറുണ്ട്, ഇവിടെ ഇപ്പോൾ 3 തവണയായിട്ട് ഇപ്പോൾ മോദി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 3 പോട്ടെ, ഒരു തവണ ഇവിടുത്തെ SDP അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇവിടെ ഭരിച്ചു എന്ന് വിചാരിക്കാം. എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് പറയും. ഇതാണ് നമ്മൾ ചോദിക്കാറുള്ളൂ. അങ്ങനെ ഭരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? നിങ്ങളൊന്ന് വിശദീകരിച്ച് തരൂ. ഇവിടെ എന്തായിരിക്കും ഇവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മറ്റ് വ്യക്തി സ്വാതന്ത്ര്യപരമായിട്ടുള്ള കാര്യങ്ങളുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും മതേതര മൂല്യങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ പറയൂ. ഏത് മേഖലയിലും ഇപ്പോൾ വഖഫിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെയുള്ള എല്ലാ മേഖലകളിലും, മതേതരമായിട്ട് നിൽക്കേണ്ട എല്ലാ മേഖലകളിലും ഈ മതനിയമത്തെ തിരുകാനല്ലേ ഇവർ ശ്രമിക്കുക. ഇവിടെ ഭരണത്തിലില്ലാതെ തന്നെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതല്ലേ ചെയ്യുന്നത്. ചില സിനിമകൾ ഇറങ്ങുമ്പോൾ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല, തിയേറ്ററുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് പോലെ നമ്മളിവിടെ കാണുന്നു. ആരാ ചെയ്യുന്നത്? ഭരണത്തിലില്ലാത്തൊരു കൂട്ടരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഭരണത്തിലേറിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇതുപോലെ ഓരോ വിഷയത്തിലും നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പറയുന്നു, ഇന്ത്യ അതൊരു രാജ്യം, ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയെ പേറുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേ നിൽക്കാൻ കഴിയുള്ളൂ എന്നതാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ഒരു മാർക്ക് ഇതിന് കൊടുക്കുന്നത് 1.5 മാർക്കാണ്. ഇനി ബാക്കി 1.5 മാർക്ക് എവിടെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ വിഷയങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ വിഷയത്തെ പഠിച്ചു എന്നുള്ളതിനും, അതോടൊപ്പം തന്നെ ഇതിനകത്ത് പാർലമെന്ററി മര്യാദ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ രണ്ടാമത് ഇന്ത്യയിൽ സംജാതമായിരിക്കുന്നു എന്നും കൂടി അതിനകത്ത് എഴുതി ചേർക്കുമ്പോൾ ഇത് ഒരു നല്ല നിരീക്ഷണമാണെന്ന് ഞാൻ പറയൂ. ഇത് ഇന്ത്യ വലിയ തോതിൽ ഇന്ത്യക്ക് ഒരു ആശാവഹമായ, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീതി വ്യാപാരത്തിൽ പെട്ട് ഉഴലുന്ന, പ്രത്യേകിച്ച് ഈ മൈനോറിറ്റി വിഭാഗം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെടുന്ന മൈനോറിറ്റി അല്ലാത്ത സെക്കൻഡ് ലാർജസ്റ്റ് റിലീജിയൻ ആയിട്ടുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഒരു സുപ്രഭാതം എന്ന് പറയുന്ന ഒരു മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പത്രം ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ചില ഉസ്താദുമാരടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. എന്താണത്? മുസ്ലിങ്ങൾക്കൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇന്ത്യ തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യ മുസ്ലിങ്ങൾക്കൊരു സ്വർഗം തന്നെയാണ് എന്നതും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കാൻ എനിക്കതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പേരിൽ ഇവിടെ കാട്ടിക്കൂട്ടുന്ന പലതരം പരാക്രമങ്ങൾ അതിനെ നിഷേധിച്ചുകൊണ്ടും അതിൽ തോറ്റു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇതിൽ ഇന്നത്തെ ടൈറ്റിലും കൂടി ചേർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ യുദ്ധക്കൊതി ആർക്കാണെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. യുദ്ധക്കൊതിയന്മാരാണ് എന്ന് ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എന്താണ്? യുദ്ധമൊക്കെ നിർത്തി, സിന്ദൂറൊക്കെ
ഒക്കെ അടച്ചുപൂട്ടി എന്നാണ് പറയുന്നത്. എവിടെയാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത്? അടച്ചുപൂട്ടിയിട്ടില്ല. ഇത് സിന്ദൂർ 1 അല്ലെങ്കിൽ അതിന്റെ ട്രെയിലറെ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇനിയും ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായാൽ തിരിച്ചുണ്ടാവും. പിന്നെ ഈ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. പാകിസ്ഥാൻ ഇല്ലാതെയായോ എന്നൊരു ചോദ്യമാണ്. പാകിസ്ഥാൻ ഇല്ലാതെയാക്കണമെന്നൊരു ലക്ഷ്യം എവിടെയാണ് ഇന്ത്യക്കുള്ളത്? അങ്ങനെ ഒരു ലക്ഷ്യം ഇന്ത്യക്കുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ റോങ് ആയിട്ടുള്ള ധൈര്യം ഉണ്ടോന്നും അതെ, ധൈര്യം ഉണ്ടോന്ന് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ലക്ഷ്യം തീവ്രവാദം, ഭീകരവാദമാണ്. എക്കാലത്തും ഒരു ഭീകരരാഷ്ട്രമായിട്ടോ അല്ലെങ്കിൽ എക്കാലത്തും ഒരു ശത്രു രാജ്യമായിട്ടോ ഈ പറയുന്ന പാകിസ്ഥാനെ നിലനിർത്തണമെന്ന് ആർക്കും ഒരു ആഗ്രഹമില്ല. ഇതെല്ലാം നന്നായി നല്ല ബന്ധങ്ങളായി മാറേണ്ട, സൗഹൃദങ്ങളായി മാറേണ്ട രാജ്യങ്ങളാണ് എന്നതാണ് നമ്മളെ ലക്ഷ്യമെന്നിരിക്കെ ഇവിടെ ഈ ചോദ്യം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ശത്രുത നിലനിൽക്കണം എന്ന് പറയുന്ന രീതിയിലല്ലേ ഈ പറഞ്ഞു വെക്കുന്നത്? ഇതാണോ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല, ഒന്നാമത്തെ കാര്യം. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? അത് ടെറർ ടാർഗറ്റ്സ് ആണ്. ടെററൈസ് ചെയ്യുന്ന ആളുകൾ, ആ ആശയങ്ങൾ, അത് വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ എന്താ ചെയ്തത്? ആ പറയുന്ന 8-9 സ്ഥലത്ത് കൃത്യമായിട്ട് പ്രിസിഷൻ അറ്റാക്ക് നടത്തുന്നു. അതിനു മുന്നേ അവരോട് പറയുന്നു, നിങ്ങളുടെ സിവിലിയൻസോ നിങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളോ നമ്മളുടെ ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ടെറർ ടാർഗറ്റ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിന് മാത്രം ചെയ്യുകയും പിന്നീട് പിൻവലിഞ്ഞ് നിൽക്കുകയും പിന്നീട് നമ്മൾ കണ്ട ആ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള നദീജലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ടേബിളിലേക്ക് വരാൻ തയ്യാറായി എന്ന് അറിയിക്കുമ്പോൾ ഇതാണ് വിജയം. അല്ലാതെ യുദ്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച യുദ്ധം ഇവിടെ നടന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച യുദ്ധം എന്താണ് എന്നതും കൂടി ഇവിടെ പറയണം. ഇങ്ങനെ നാലുപാടും ഇങ്ങനെ ആളെ കൊന്ന് തള്ളുന്ന ഏതെങ്കിലും ബദർ യുദ്ധമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? അതിന് ഇന്ത്യയെ കിട്ടില്ല. ഇന്ത്യ അന്നും ഇന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതോടൊപ്പം തന്നെ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, അക്കൗണ്ടബിലിറ്റി പേറുന്ന രാജ്യമാണ്. ഇപ്പോൾ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യമാണ് ഞാൻ ഇതിൽ ഏറ്റവും എടുത്ത് പറയുന്നത്. കാരണം നമ്മളുടെ അഫ്ഗാനിസ്ഥാൻ്റെ അടുത്ത് ഈ പറയുന്ന വിഷയത്തിൽ ചോദിക്കുന്നു, ഈ പോളിയോ വാക്സിൻ അവിടെ കുട്ടികൾ മരിച്ചു വീഴുന്നതിനെ കുറിച്ചൊക്കെ ചോദ്യം വന്നപ്പോൾ, ഇതുപോലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ, അവിടെ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെയുള്ള ഭരണാധികാരികൾ, അവിടുത്തെ ഭരണകൂടം, താലിബാൻ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, ഇത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുക, അവരെ ആ രീതിയിൽ മറുപടി കൊടുക്കുന്നതാണ് കാണുന്നത്. അങ്ങനെയല്ല ഇന്ത്യ ചെയ്യുന്നത്. ഒരു ഇന്റർനാഷണൽ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത്തരത്തിലുള്ള ചില ഉത്തരവാദിത്വ ബോധം കൂടി ഉണ്ടാകണം. അത് ഇന്ത്യ കാണിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഡെലിഗേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു നീക്കമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഡെലിഗേഷനെ അയച്ചതിൽ വലിയ വിഷമം ഈ സമസ്തയ്ക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ലേഖനത്തിൽ. അഡ്വക്കേറ്റ് രാംകുമാർ, ഞാൻ നേരത്തെ ശ്യാമിനോട് ചോദിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ, അതിൽ ഭാരതം എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിച്ചു. നമ്മുടെ സൈനിക ശേഷി നമുക്ക് പൂർണ്ണമായും ലോകരാഷ്ട്രങ്ങളെ ബോധിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ എങ്കിലും ആ വിജയത്തിൻ്റെ തിളക്കം കെടുത്താനുള്ള ചില നീക്കങ്ങൾ, അതും ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയല്ലേ. ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് എന്നും വിളനിലമാണ് കേരളം. അത് പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം, പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. സത്യത്തിൽ സമസ്തയിലെ ഈ ലേഖനം അത് ചർച്ചയാക്കേണ്ട വിഷയമല്ല. അതിനെ വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ എങ്കിലും പൊതുസമൂഹത്തെ അറിയിക്കണം. ഇത്തരത്തിലുള്ള ചില വിധ്വംസക പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഉണ്ട്. അത് പരസ്യമാക്കിയവരെ തിഹാറിൽ പാർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് മോദി ഭരണകൂടത്തിന്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ മനസ്സ് പാകിസ്ഥാനോടൊപ്പമാണ് എന്ന് വിളിച്ചു പറയുന്ന ഈ സമൂഹത്തിൻ്റെ ചെയ്തികളെ, ഈ ചെറിയ വിഭാഗത്തിൻ്റെ ചെയ്തികളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അത് വളരെ വ്യക്തമാണ്. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് വരെ പ്രത്യേകം ശ്രദ്ധാർഹമാണ്. വരുമോ വീണ്ടും ഒരു ഇന്തോ പാക് യുദ്ധം? ഇവിടെ ഇന്തോ പാക് യുദ്ധം ഉണ്ടായിട്ടില്ല. യുദ്ധം ഉണ്ടാകാൻ നമ്മുടെ രാജ്യം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നമ്മുടെ നടപടികൾ മുഴുവനെ മതഭീകരതയ്ക്ക് എതിരായിരുന്നു. മതഭീകരരുടെ പാകിസ്ഥാൻ താവളങ്ങൾ തകർക്കുകയും അവരെ നിഷ്ക്രിയരാക്കുകയും നിരായുധരാക്കുകയും തകർക്കുകയും
ചെയ്യുക എന്നുള്ള ഏക ലക്ഷ്യമാണ് പഹൽഗാം ആക്രമണത്തിനുള്ള തിരിച്ചടിയിൽ ഭാരതം കൊടുത്തത്. അതും തുടങ്ങിയത് നമ്മളല്ല. നമ്മുടെ സേനകൾ അതിർത്തികളിൽ സജ്ജമാക്കി നിർത്തിയപ്പോൾ ആദ്യം ആ പൂഞ്ച് പ്രദേശങ്ങളിലൊക്കെ ആക്രമണം നടത്തി മത കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ ഭീകരവാദികളും ഭരണകൂടവും സൈന്യവും തമ്മിലുള്ള വ്യത്യാസം പാഠം മറന്നുകൊണ്ട് അവരൊക്കെ ഒറ്റക്കെട്ടാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ. അപ്പോൾ വീണ്ടും ഒരു യുദ്ധം എന്ന് പറയുന്നത് തന്നെ വളരെ പ്രകോപനപരമായ തലക്കെട്ടാണ്. ഇവിടെ യുദ്ധമുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുകയും ലോകത്തിന് മുഴുവൻ ഭീകരത സമ്മാനിക്കുകയും വളർത്തുകയും ഭീകരതയുടെ വളർത്തച്ഛൻ എന്ന നിലയിൽ ഒരു രാജ്യം വളർന്നു വരികയും ചെയ്യുന്നതിനെതിരായിട്ടായിരുന്നു നമ്മുടെ നീക്കങ്ങൾ. അതുകൊണ്ടാണ് ഒരൊറ്റ സിവിലിയൻ എയർപോർട്ട് പോലും ആക്രമിക്കാതെ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ അടുത്തുള്ള വായു സങ്കേതങ്ങൾ എയർഫീൽഡ്സ് തെരഞ്ഞു പിടിച്ച് നമ്മുടെ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തിയത്. സിവിലിയൻ സാധാരണക്കാരന് ആപത്തുണ്ടാകാതിരിക്കാൻ നമ്മുടെ സേന പ്രത്യേകം ശ്രദ്ധിച്ചു. ഇത് അവർ തന്നെ മനസ്സിലാക്കി. കാരണം അവരുടെ നൂർഖാൻ എയർപോർട്ടും സർഗോദ എയർപോർട്ടും എയർ സങ്കേതങ്ങൾ, വായു സങ്കേതങ്ങൾ, അവിടെ പറക്കാൻ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ പ്രധാനമന്ത്രിയെ വരെ അർദ്ധരാത്രി വിളിച്ചറിയിച്ചു. ഇത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്യം ഭീകരരെ തകർക്കുക എന്നുള്ളതാണ്, യുദ്ധമല്ല. പക്ഷേ സുപ്രഭാതം, പുലർകാലത്തുണ്ടാവുന്ന പ്രഭാത രശ്മി ആസ്വദിക്കുന്നതിന് പകരം അന്ധകാരത്തിൻ്റെ ഭാഷയാണ് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ ത്രിസന്ധ്യ എന്ന പേരാവണം വാസ്തവത്തിൽ അവർക്ക് ഇത്തരം മുഖപ്രസംഗങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതുമ്പോൾ യോജിച്ചത്. സുപ്രഭാതം എന്ന് പറഞ്ഞാൽ സൂര്യകിരണങ്ങൾ അടിച്ച് ലോകത്തിന് മുഴുവൻ ഊർജം പകരുന്ന മനോഹരമായ സമയമാണ്. ആ പേര് തീരെ അസത്യമാക്കിക്കൊണ്ട് ഈ രീതിയിലുള്ള ലേഖനം എഴുതുന്നത് വളരെ അപകടം. എന്ന് മാത്രമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വച്ചിട്ടുണ്ട്. അതായത് മതഭീകരതയെപ്പറ്റി ഒരു വാക്കുപോലും ആ ലേഖനത്തിൽ എവിടെയുമില്ല. ഹമാസിന് സ്വീകരണം കൊടുത്ത കൂട്ടരാണ് സുപ്രഭാതം. തൃത്താലയിൽ വെച്ച് വലിയ ആഘോഷം നടത്തി അതിന് വലിയ പരസ്യം കൊടുത്തൊരു പത്രമാണ് സുപ്രഭാതം. അപ്പോൾ മതഭീകരരെ ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുത്ത് നിരായുധരായ കുട്ടികളും അടക്കമുള്ള ആളുകളെ നിഷ്കരണം വെടിവെച്ച് ഒന്ന് ഹമാസ് എന്ന ഭീകര സംഘടനയെ പ്രകീർത്തിക്കുകയും വീരവൽക്കരിക്കുകയും ചെയ്യുന്ന സുപ്രഭാതം ഒരക്ഷരം പോലും മതഭീകരതയെപ്പറ്റി ആ ലേഖനത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. മറിച്ച് നമ്മൾ ഒറ്റപ്പെട്ടു, നമ്മുടെ രാജ്യം ഒറ്റപ്പെട്ടു എന്ന അവാസ്തവമായ പ്രസ്താവനയാണ് അതിന് കാരണമുണ്ട്. കാരണം ഇതൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി എഴുതിയതാണ്. സത്യം പരിപൂർണമായും തമസ്കരിച്ചുകൊണ്ട് അസത്യമായ കാര്യങ്ങൾ എഴുതിയതാണ്. അതിൽ വിചിത്രമായി എഴുതിയിരിക്കുന്നു, നമ്മുടെ പാകിസ്ഥാനെ അറിയിച്ചു. ഈ വാദമാണ് ഇവിടെ പാകിസ്ഥാൻ വാദികൾ ഉന്നയിക്കുന്നത്. പാകിസ്ഥാന് പോലും അങ്ങനെ ഒരു വാദമില്ല. അവരെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ അവരുടെ വായു സങ്കേത കേന്ദ്രങ്ങളൊക്കെ പരിരക്ഷിക്കുമായിരുന്നു. മറിച്ച് നമ്മുടെ മിസൈലുകൾ, നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ, നമ്മുടെ സുദർശന മിസൈലുകൾ വളരെ വ്യക്തമായും കർക്കശമായും കൃത്യമായും ലക്ഷ്യം കണ്ടെത്തിയപ്പോൾ തകർന്നത് പാകിസ്ഥാൻ്റെ യുദ്ധശേഷിയാണ്. യുദ്ധം ചെയ്യാനുള്ള ശേഷി പോലും തകർത്ത പാകിസ്ഥാനോട് നമുക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമെന്താ? അപ്പോൾ സുപ്രഭാതം വിലപിക്കുന്നു, ഇനിയൊരു പാക് യുദ്ധമുണ്ടാകും എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടായി എന്നല്ലേ അർത്ഥം? ഇപ്പോൾ ഉണ്ടായത് യുദ്ധമല്ല, ഇപ്പോൾ ഉണ്ടായത് ഭീകരവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ വിജയപ്രദമായ ഒരു പരിസമാപ്തിയാണ്. പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന ഭീകര കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു. ആ ഭീകരരുടെ മയ്യത്തിൽ
പാകിസ്ഥാൻ്റെ പ്രമുഖ നേതാക്കളും പട്ടാള നേതാക്കളും പങ്കെടുത്തത് ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ ഭീകരരെ സഹായിക്കുന്നത് പാക് പട്ടാളവും ഭരണകൂടവുമാണ് എന്ന വസ്തുത സുപ്രഭാതം പ്രസ്തം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇതാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്? പണ്ടാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിം ജനസാമാന്യം ഇതിലൊക്കെ വീഴുമായിരുന്നു. ഇപ്പോൾ അവരിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒവൈസി നമ്മുടെ വിദേശ സംഘത്തിൻ്റെ അംഗമാണ്. സാൽമൻ ഖുർഷീദ് എന്ന പ്രശസ്ത അഭിഭാഷകൻ പണ്ട് വിദേശ മന്ത്രാലയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ സംഘത്തിലെ അംഗമാണ്. ഇങ്ങനെ പലരും ഈ സർക്കാരുമായ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ പോലും രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് ഭീകരതയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇവിടെ ഹമാസ് പോലെയുള്ള സംഘടനകളെ വളർത്തുകയും സ്വീകരണം കൊടുക്കുകയും വീരവൽക്കരിക്കുകയും ചെയ്തിരിക്കുന്ന പത്രങ്ങൾ ഇങ്ങനെ എഴുതിയില്ലെങ്കിലേ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അത്ഭുതമുള്ളൂ. പക്ഷേ അവരിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം കേണൽ ഖുരേഷിയെപ്പോലെ മുസ്ലിം സമുദായത്തിലെ രാജ്യസ്നേഹികളെ മുൻനിർത്തിയാണ് നമ്മുടെ ഗവൺമെൻറ് പട്ടാള കാര്യങ്ങൾ വിശദീകരിച്ച പട്ടാളത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് പലർക്കും ദഹിക്കുന്നില്ല. പക്ഷേ പണ്ടത്തെ പോലെ സാമാന്യ മുസ്ലിം ജനങ്ങൾ ഈ പത്രത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് അവരുടെ ഇടയിൽ ഇത്തരം പ്രചരണങ്ങൾ നടക്കില്ല. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഒവൈസിയുടെ പ്രസംഗം. ഒവൈസി വിദേശത്ത് പോയി പറഞ്ഞു പാകിസ്ഥാൻ ഭീകരത പരത്തുകയാണ്. അത് മതപരമായ കാര്യമല്ല, മതവിരുദ്ധമാണ്. മതഭീകരതയാണെങ്കിലും മതവിരുദ്ധമാണ്. നമ്മുടെ രാജ്യം സമാധാനത്തിന് വേണ്ടിയും മതഭീകരതയ്ക്കും എതിരായി നിൽക്കുന്നു. അത് യുദ്ധം ചെയ്യുന്നത് മതഭീകരതയ്ക്കെതിരാണ്. ഒവൈസിയെ പോലെ ഒരു പ്രമുഖ മുസ്ലിം നേതാവിന് മനസ്സിലായത് കേരളത്തിലെ സമസ്തയ്ക്ക് മനസ്സിലായില്ല എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അപ്പം മനസ്സിലാകാഞ്ഞിട്ടല്ല, എന്തോ പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. ആ ലക്ഷ്യം നടക്കാൻ പോകുന്നില്ല. കാരണം മുസ്ലിം ജനസാമാന്യം, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ മാറിക്കഴിഞ്ഞു. അവർ കാര്യങ്ങൾ അപഗ്രഥിച്ച് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായ ധാരണകൾ വെച്ച് പുലർത്തുന്ന ഒരു ജനസമൂഹമായി. പണ്ടത്തെ പോലെ ആട്ടിൻ പറ്റത്തെ പോലെ മതമേലധ്യക്ഷന്മാർ ഓടിച്ചാൽ ഓടുന്ന വർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ച് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുക്കാനുള്ള കഴിവ് ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വിദ്യാസമ്പന്നരായ മുസ്ലിം യുവക്കന്മാർ പലരും വഴി തെറ്റിപ്പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഒരു 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 പാളിച്ചയായിട്ട് മാത്രം നമുക്ക് കണ്ടാൽ മതി. പൊതുവേ കേരളത്തിലടക്കമുള്ള മുസ്ലിം ജനസമൂഹം ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ പിന്നിലാണ്. മുസ്ലിം മതഭീകരതയെ അവർ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അതിന് അവർക്ക് അവരുടേതായ കാരണം. പക്ഷേ അതിനെ സഹായിക്കുന്ന നിലപാട് സുപ്രഭാതമോ സമസ്തയോ ഹമാസിനെ സഹായിക്കുന്ന നിലപാട് കേരളത്തിലെ ജനസാമാന്യ മുസ്ലിങ്ങൾ കൈക്കൊള്ളുന്നതെന്ന് വൈമുഖ്യം പരസ്യമായി കാണിച്ചു തുടങ്ങിയിരിക്കും. ഇത് വളരെ ശുഭോദർഗമായൊരു മാറ്റമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മറ്റ് രാജ്യങ്ങളെ, മുസ്ലിം രാജ്യങ്ങളടക്കം വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കാനും വിവിധ സംഘങ്ങളെ നിയോഗിച്ച് അത് ഫലപ്രദമായി എന്ന് വേണം വിചാരിക്കാൻ. അതുകൊണ്ട് ഇത്തരം തലക്കെട്ടുകളുള്ള ലേഖനങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യണം. അതിൻ്റെ പൊള്ളത്തരം പറഞ്ഞ് മനസ്സിലാക്കേണ്ട സാധാരണ മുസ്ലിം ജനസമൂഹത്തെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ. അവരാണ് പെട്ടെന്ന് വഴിതെറ്റിക്കപ്പെടാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഭാഗ്യവശാൽ ഇന്നവർ വിദ്യാസമ്പന്നരാണ്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും കാലം അവരെ ചതിക്കുകയായിരുന്നെന്നും വഴിതെറ്റിക്കുകയായിരുന്നെന്നും കപടമതേതരവാദികളുടെ വാദങ്ങളൊന്നും നിലനിൽക്കത്തല്ല എന്നുള്ള ബോധം അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകളാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. തീർച്ചയായും സർ. ശ്യാംരാജ്, ഓപ്പറേഷൻ സിന്ദൂറിനെ നരേന്ദ്രമോദി പബ്ലിസിറ്റി സ്റ്റണ്ടാക്കുന്നു എന്നുള്ളതാണ് അടുത്ത ആക്ഷേപം. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന അവകാശവാദവുമായാണ് BJP
ബീഹാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് പ്രധാനമന്ത്രി സൈനിക വേഷത്തിൽ നിൽക്കുന്ന പോസ്റ്ററുകൾ രാജ്യത്തുടനീളം സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ആണ് ഓപ്പറേഷൻ സിന്ദൂർ അത് നടപ്പിലാക്കിയത് എന്ന് ദ്യോതിപ്പിക്കുന്ന വിധം അങ്ങനെ ഒരു നറേറ്റീവ് കൂടി പ്രചരിപ്പിക്കുന്നുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർ, Yes. ഇത് ഇപ്പോ തുടങ്ങിയതല്ല. പുൽവാമ അറ്റാക്കിന് നമ്മൾ തിരിച്ചടി കൊടുത്ത സമയത്തും അതോടൊപ്പം തന്നെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഇത്തരം ചില സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നു. നോക്കൂ, ഞാൻ അതിലോട്ട് വരാം. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇവിടെ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് നിഷ്കളങ്കമായി കാര്യങ്ങൾ അറിയാതെ എഴുതിയതല്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താണ് പഹൽഗാമിൽ സംഭവിച്ചതെന്നും എന്താണ് ഓപ്പറേഷൻ സിന്ദൂറെന്നും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം എങ്ങനെയാണ് ഈ ഒരു തിരിച്ചടിയിൽ പാകിസ്ഥാൻ തകർന്നടിഞ്ഞതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്തത് പോലെ ആരെയോ തെറ്റിദ്ധരിപ്പിക്കാനോ ആരെയോ തൃപ്തിപ്പെടുത്തുവാനോ വേണ്ടിയുള്ള നുണകൾ പടച്ചു വിട്ടിട്ടുള്ള ഒരു ലേഖനം തന്നെയാണിത്. നോക്കൂ, ഇവരുടെ ഈ ഒരു മൈൻഡ് സെറ്റുള്ള കുറച്ച്, അത് അധികം ആളുകൾ ആവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കുറച്ച് ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ചില ആളുകളെയൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെ ഇട്ട സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ സേനയ്ക്കെതിരെ പോലും കമന്റ് ചെയ്ത ചില ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഈ വാർത്തകൾ വരുന്ന സമയത്ത്, ഇപ്പൊ മെയിൻ സ്ട്രീം, നിങ്ങൾ ജനമടക്കമുള്ള മറ്റ് മാധ്യമങ്ങളുടെയൊക്കെ വാർത്ത വരുന്ന സമയത്ത് അതിന്റെ കീഴിൽ കമന്റായി പോലും ഇപ്പോൾ ഈ വന്ന ആർട്ടിക്കിള് തത്തുല്യമായിട്ടുള്ള രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ പലയിടത്തും കാണുകയുണ്ടായി. അപ്പൊ ഇത് നിഷ്കളങ്കമല്ല, ഇത് മനഃപൂർവ്വം തന്നെ എഴുതുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഒരു രസകരമായിട്ടുള്ള ഒരു വിരോധാഭാസം കൂടിയുണ്ട്. നോക്കൂ, ഈ ഇസ്രായേലും അതോടൊപ്പം തന്നെ പാലസ്തീനും തമ്മിലുള്ള ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേലിലേക്ക് പാലസ്തീന്റെ തീവ്രവാദികൾ, ഹമാസ് തീവ്രവാദികള് കടന്നു ചെന്ന് 1500ഓളം വരുന്ന സാധാരണക്കാരെ കൊല്ലുകയും 200ഓളം വരുന്ന സാധാരണക്കാരെ ബന്ദികളാക്കുകയും ചെയ്ത സമയത്ത് ആർത്തട്ടഹസിച്ച ചില ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് ഇസ്രായേൽ അടി കൊടുത്തപ്പോൾ അയ്യോ യുദ്ധം, ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയാണ് എന്ന് പറഞ്ഞ് വിരമിക്കുകയും ചെയ്തിരുന്നു. അതായത് ഒരു വശത്ത്, അത് പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറുവശത്ത് തിരിച്ചടി കിട്ടുമ്പോൾ ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേ പാറ്റേൺ തന്നെയാണോ ഇവിടെയും ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു പോയിന്റ്, അത് ഏതർത്ഥത്തിലാണ് ഇവർ എഴുതിയിരിക്കുന്നത് എന്ന് പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് കൂടിയുണ്ട്. പാകിസ്ഥാന്റെ ആയുധ ശേഖരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലായി എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്. ആ പോയിന്റിന്റെ ഫലമായിട്ടുള്ള സംശയം, പാകിസ്ഥാന്റെ ആയുധ ശേഖരം എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണോ എന്ന് പോലും ഈ ഒരു ആർട്ടിക്കിൾ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നിപ്പോകും. ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള 2-3 പെരും നുണകളെ കുറിച്ചിട്ട് മാത്രം നമ്മൾ പല ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് സോഷ്യൽ മീഡിയകളിലും മെയിൻ സ്ട്രീം മീഡിയകളിലുമൊക്കെ പല ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ചില പോയിന്റുകളുണ്ട്. ഒന്ന്, ഈ ഒരു തിരിച്ചടിയിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മറ്റ് പല പ്രതിപക്ഷ കക്ഷികളും ആരോപിക്കുകയുണ്ടായി. അത് അങ്ങനെയല്ല എന്നും അമേരിക്ക ഉൾപ്പെടെ ഒരു രാജ്യത്തിന്റെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും ഇന്ത്യൻ സൈന്യം DGMOമാരുടെ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യം കൃത്യമായിട്ട് വ്യക്തമാക്കി. അതിനുശേഷം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായിട്ട് വ്യക്തമാക്കി, വിദേശകാര്യ സെക്രട്ടറി കൃത്യമായിട്ട് വ്യക്തമാക്കി. അതിനൊക്കെ അപ്പുറത്തേക്ക് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഈ വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വരെ നേരിട്ട് പറഞ്ഞു. അതിനപ്പുറം വിദേശ രാജ്യങ്ങളിലെ ട്രംപ് അടക്കമുള്ള പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞു ഞങ്ങൾ നേരിട്ടിട്ടില്ലെന്ന്. പക്ഷെ എന്നിട്ടും ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിൽ ആരോപിക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇടപെടലുണ്ടെന്നാണ്. അപ്പോ ഒരു തിരിച്ചടിയിൽ നമ്മളുടെ രാജ്യത്തേക്ക് ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നു, പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മൾ നിലംപരിശാക്കുന്നു. അതിന് അധികം പഠനത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. മുഴുവൻ മാധ്യമങ്ങളും വായിക്കുന്ന ആളുകളല്ല നമ്മൾ. ഈ ഒരു ഇന്റർനെറ്റിന്റെ വിപ്ലവ കാലഘട്ടത്തിൽ വിവരങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാത്തൊന്നുമല്ലല്ലോ. അവിടെ നൂർഖാൻ എയർബേസ് തച്ച് തകർത്ത സമയത്ത് അവരുടെ സൈനിക മേധാവി ബങ്കറിൽ ഒളിച്ചിരുന്നു എന്ന്.
ഇത് രാജ്യം മൊത്തം ലോകം മൊത്തം ചർച്ച ചെയ്ത കാര്യമല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇവർക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ വേണ്ടി സാധിക്കുക? അതോടൊപ്പം തന്നെ ചൈനയുടെ എയർ ഡിഫൻസിനെ എന്തോ മഹത്വവൽക്കരിച്ച് എഴുതിയിട്ടുണ്ട്. സത്യം എന്താണ്? ചൈനയുടെ എയർ ഡിഫൻസിനെ നമ്മൾ ഒന്നാം ദിവസം തീവ്രവാദികളുടെ 9 കേന്ദ്രങ്ങൾ നാമാവല്ലാതെ ഹൂറികളുടെ അടുത്തേക്ക് നമ്മൾ അയച്ച ശേഷം അതിനുശേഷം ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം പാകിസ്ഥാൻ ചെയ്തപ്പോൾ ആദ്യം തകർത്തത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ആര് കൊടുത്തത്? എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ തച്ചു തകർക്കുകയും കമ്പോളത്തില് അവരുടെ ഷെയർ ഇടിയുക വരെ ചെയ്തിരുന്നു. അവരുടെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ ഷെയർ ഇടിയുക വരെ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെ മുഴുവൻ കണ്ടതാണെന്നേ. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ലോകത്തിന് മുഴുവൻ സ്വീകാര്യം കിട്ടിയെന്ന് പറയാൻ വേണ്ടി സാധിക്കുക? സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മുടെ S-400 ഉപയോഗിച്ച് ഈ രാജ്യത്തേക്ക് വന്ന ഒരു മിസൈല് പോലും വല്ലതും വന്നു കണ്ടതിലും വീണിട്ടുണ്ടോ? അതിനപ്പുറത്തേക്ക് നമ്മുടെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഡൽഹിയിലേക്ക് അവർ മിസൈലുകൾ വീഴാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഡ്രോണുകൾ അയച്ചിരുന്നു. പക്ഷെ പാകിസ്ഥാന്റെ ഒരൊറ്റ ഡ്രോൺ പോലും ഈ നാട്ടില് അവരെ കുറിച്ചിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. പാകിസ്ഥാനിലെ റഹീം യാർ ഖാൻ എന്ന് പറയുന്ന അവരുടെ എയർബേസ്, അവിടെ വലിയൊരു ഗർത്തമാണ് രൂപപ്പെട്ടത്. എന്തിന്? നമ്മൾ ബ്രഹ്മോസ് അയച്ചിട്ട്. അപ്പോ ഈ ആകാശ് മിസൈലുകളെ കുറിച്ചിട്ട് ബ്രഹ്മോസിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 17ഓളം വരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഓർഡർ വരെ കിട്ടിയിരിക്കുകയാണ്. അപ്പോ ബ്രഹ്മോസ് മിസൈല്, ആകാശ് മിസൈല്, S-400 ഇതൊക്കെ ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യുകയും പാകിസ്ഥാനെ തച്ചു തകർക്കുകയും അവസാനം പാകിസ്ഥാൻ വന്ന് നമ്മുടെ കാല് പിടിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ എല്ലാ ലോകം കണ്ട കാര്യമല്ല ഇത്. പാകിസ്ഥാൻ നിങ്ങൾ വെടിനിർത്തണമേ എന്ന് കാല് പിടിച്ച് പറഞ്ഞപ്പോ, നമ്മൾ വെടിനിർത്തിയപ്പോ അതിനെതിരെ ഒരക്ഷരം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരക്ഷരം എഴുതാൻ വേണ്ടി ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇവർ ചെയ്യില്ല. ഇവർ ആഗ്രഹിക്കുന്ന രണ്ട് കാരണമുണ്ട്. ഒന്ന് മതപരമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട് ശ്യാം. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഭാരതം മുൻകൈയെടുത്തത് ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഇഷ്ടപ്പെടായിക്ക് ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ചിറകിലേറിയിട്ടാണ് ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾ എഴുതുവാനും ഈ നാട്ടിലെ ജനങ്ങളെ മനഃപൂർവ്വമോ അല്ലാതെയോ തെറ്റിദ്ധരിപ്പിക്കാനും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ എന്താണ് സംഭവിച്ചത്? ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബംഗ്ലാദേശ് വിഭജനവുമായി ശ്യാം ഇരിക്കുന്ന സ്ഥലത്ത് റേഞ്ച് കുറവുണ്ട് എന്നാണ് തോന്നുന്നത്. ശ്യാമിലേക്ക് ഞാൻ തിരിച്ചു വരാം. ആരിഫ് ഹുസൈൻ, നേരത്തെ രാംകുമാർ സാർ പറഞ്ഞു, അതായത് ഈ മുസ്ലിം ജനസാമാന്യം മാറുന്നു, ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒവൈസിയെ പോലുള്ളവർ നേരത്തെ എങ്ങനെയായിരുന്നു അവരുടെ പരാമർശങ്ങൾ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒവൈസി മാറുന്നു, സൽമാൻ ഖുർഷിദ് അദ്ദേഹവും മാറുന്നു. അങ്ങനെ പൊതുവിൽ ഈ സമുദായത്തിൻ്റെ തലപ്പത്ത്, രാഷ്ട്രീയമായിട്ട് തലപ്പത്ത് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, അവരൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കുന്നു, പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു, അതൊരു വിജയമാണെന്ന് അംഗീകരിക്കുന്നു. പക്ഷേ എങ്കിലും ഇത്തരം ലേഖനങ്ങൾ വഴി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ സാധിക്കും അല്ലേ? ഇപ്പോൾ ചിലരിലെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കുന്ന ചിലരെങ്കിലും ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടും. ഇത്തരത്തിലുള്ള ആശയങ്ങൾ അവരുടെ മുന്നിൽ എത്തുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കിയതല്ല ശരി, ഇതല്ലേ ശരി, അങ്ങനെ ഒരു തരത്തിൽ പ്രേരിപ്പിക്കുക, അതുവഴി വീണ്ടും അവരുദ്ദേശിക്കുന്നത് ഇഞ്ചക്റ്റ് ചെയ്യുക, ആ അജണ്ട മുൻനിർത്തി തന്നെയല്ലേ ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ സുപ്രഭാതത്തിൽ വരുന്നത്. അവിടെയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചോറ് ഇവിടെയാണെങ്കിലും കൂറ് പാകിസ്ഥാനോടാണ്. പാകിസ്ഥാനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സമീപനം, അതുപോലെ ചൈന ആണ് ഇപ്പോഴും ഒരു ഈ സൈനിക ശേഷിയുടെ കാര്യത്തിലൊക്കെ മികച്ച രാഷ്ട്രം എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. ഇതൊക്കെ വരുമ്പോൾ നേരത്തെ ആരിഫ് ഹുസൈൻ പറഞ്ഞു, അതിന് നമ്മളങ്ങ് ലാഘവത്തോടെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു, 3 മാർക്ക് കൊടുക്കുമെന്നും പറഞ്ഞു. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭാരതവിരുദ്ധ അജണ്ട പ്രചരിപ്പിക്കുന്നവർ ഭാരതം ഒരു പ്രതിസന്ധി, ഒരു സംഘർഷം വിജയകരമായി മറികടന്ന ഒരു സാഹചര്യത്തിൽ പോലും
ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചേതോവികാരം കൃത്യമായിട്ട് അത് ദേശവിരുദ്ധത തന്നെയല്ലേ? അതിൽ തന്നെയല്ലേ നമ്മൾ എത്തേണ്ടത്? ഇപ്പൊ നമ്മൾ ഈ ഒരു ഡെലിഗേഷന്റെ ഭാഗമായിട്ട് OIC ഇതിൽ പങ്കെടുക്കുന്നു, ദേശത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു, അത് പലപ്പോഴും മോദിയേക്കാൾ വലിയ മോദിയായിട്ട് മാറുന്നു എന്ന രീതിയിലേക്ക് വരെ, അല്ലെങ്കിൽ BJPയേക്കാൾ മികച്ച രീതിയിൽ BJPയെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് വരെയുള്ള ചില കമന്റ്സ് ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ ശശി തരൂരിനെതിരെയൊക്കെ കണ്ട ഒരു കമന്റ് അങ്ങനെയാണ്, BJPയേക്കാൾ നന്നായിട്ട് ശശി തരൂർ BJPയെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ കാണണ്ടേ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതായത് ഞാൻ പറയാ, ഇത് വിഷയാധിഷ്ഠിതമായിട്ടുള്ള അവരുടെ ഒരു നിലപാടാണ്. ശശി തരൂരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ശശി തരൂർ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും മറ്റുമുള്ള ശശി തരൂരിനെ പോലുള്ളവരുടെ നിലപാടുകൾ അദ്ദേഹം കഥയറിയാതെ ആട്ടം കാണുന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഈ ലേഖനം എഴുതിയ ആൾ മനസ്സിലാക്കുന്നത്, അതായത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവരും മാത്രമല്ല ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ പോലും ഇതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ വിട്ടാൽ പോരാ, അവരെയും അറ്റാക്ക് ചെയ്യണം, ആക്രമിക്കണം എന്ന ഒരു അജണ്ട കൂടിയല്ലേ നടപ്പിലാക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ ശശി തരൂർ എന്ന് പറയുമ്പോൾ വേറൊരു വിശ്വാസത്തിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് തൽക്കാലം നമ്മൾ മാറ്റി വെക്കുന്നു. ഇപ്പൊ നമ്മുടെ വിഷയം ഇവിടെ OIC ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് അങ്ങനെ ഒരു പറച്ചിൽ വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. എല്ലാ ആളുകൾക്കും അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള അവകാശമാണ് ഉള്ളത്. അത് എടുക്കുന്ന ആളുകളെ നമുക്ക് എപ്പോഴൊന്നും കാണാൻ കിട്ടാറില്ല. കാരണം അങ്ങനെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവരെ ഏതെങ്കിലുമൊക്കെ വിധേന ചാപ്പയൊക്കെ അടിച്ച് അങ്ങ് ഒതുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അതിന് വിപരീതമായിട്ട് ഈ ഒരു വിഷയത്തിൽ അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയുന്നു എന്നതൊരു വലിയ വിജയം തന്നെയാണ്. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് പറയാൻ കാരണം, ഇനി മറ്റൊരു വിഷയത്തിൽ വരുമ്പോൾ ഇതേ OIC മോദിയെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ മോദിക്കെതിരെ പറയുന്ന അല്ലെങ്കിൽ BJP എടുക്കുന്ന നിലപാടുകളെ നിശിതമായിട്ട് ചിലപ്പോൾ ചോദ്യം ചെയ്തെന്ന് വരും, വിമർശിച്ചെന്ന് വരും, എന്തും ആ രീതിയിൽ പറഞ്ഞു വരും. അപ്പോൾ അന്നേരവും നമ്മൾ അതിനെ കാണേണ്ടത് ഇത് ആ നിലപാടുകൾ എടുക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ അവിടെ ഉയർത്തി വെക്കേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി എന്തുകൊണ്ട് അങ്ങനെ വരെ ആളുകൾ ചിന്തിക്കുന്ന ഒരു ഘട്ടമുണ്ടായിട്ടും നമ്മുടെ കേരളത്തിൽ പല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഇതുപോലെയുള്ള പത്രങ്ങളും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് മറ്റൊരു വശം നമ്മൾ അതിൽ ആലോചിക്കേണ്ടത്. കാരണം ഇവിടുത്തെ ഇപ്പോൾ ഓപ്പോസിഷൻ പാർട്ടി, ആ ഓപ്പോസിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹം ഇപ്പോൾ പട്ടായയിലോ എവിടെയോ ആണെന്നാണ് വിവരം കിട്ടിയത്, അറിയില്ല എവിടെയാണെന്നുണ്ടെങ്കിലും, ആ വ്യക്തിയും ഇവിടെ ചോദിച്ചു വെച്ചത് എന്താണ്, ഇത് എത്ര മിസൈൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, എത്ര വെടിയുണ്ട ചെലവായി, എത്ര വിമാനം താഴെ വീണു എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ സത്യത്തിൽ നമ്മൾ അറ്റാക്ക് നടത്തിയിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ചിലപ്പോൾ പോയേനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്ത് അവരുടെയും ലക്ഷ്യം ഒരു രാഷ്ട്രീയപരമായ ലക്ഷ്യം തന്നെയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അവരെ കൊണ്ട് അത് ചോദ്യം ചെയ്യിപ്പിച്ചു. ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള പല സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ അതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇത് മോദി ഇന്റേണലി ചെയ്യിച്ചതാണ്, ഇത് ഇൻസൈഡർ ജോബാണ് എന്ന് വരെ പറഞ്ഞു. പിന്നീടാണത് ചിത്രം മാറുന്നത്. പിന്നെ പുൽവാമ അറ്റാക്ക് എടുത്തു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. കാരണം അന്ന് നമ്മൾ നിരന്തരം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അത് അന്ന് മോദി ചെയ്തതാണ്, ഇതും മോദി ചെയ്തതാണ്. ബീഹാറിലേക്ക് പോയി ബീഹാറിൽ അവിടെ ഇലക്ഷൻ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ തെറ്റായ നുണയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ അവിടെ ചോദിച്ചു പോകുന്നത് ഇതാണ്. അതായത് ഈ കാര്യങ്ങൾ പറഞ്ഞതിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത ആളുകളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരത് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് സത്യത്തിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പറയുന്നു എന്നതിനേക്കാൾ ഉപരി ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മൾ ഇതിനകത്ത് പ്രഥമമായിട്ട് കാണേണ്ടത്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ അനാവശ്യമായിട്ട് ഇത് മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയതുകൊണ്ടാണെന്നോ പറയുമ്പോൾ ഇത് മുസ്ലിങ്ങൾ മാത്രം പറയുന്നൊരു വിഷയമാകണം അല്ലല്ലോ. രാഹുൽ ഗാന്ധി മുസ്ലിം അല്ലല്ലോ ബൈ സർട്ടിഫിക്കറ്റ്. എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് എല്ലാവരും പറയുന്നു, പല ആളുകളും പറയുന്നു, ഇടതുപക്ഷത്തുള്ള പല ആളുകൾ പറയുന്നു, ഇവിടുത്തെ CPM ആളുകൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യം. അതിൽ മോദി എന്ത് ചെയ്താലും അല്ലെങ്കിൽ BJP എന്ത് ചെയ്താലും എതിർക്കുക എന്ന ഒരു ആജന്മ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ കുലത്തൊഴിൽ പോലെ അവർ കൊണ്ടു നടക്കുമ്പോൾ അത് പറയുന്നു. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ചില വിഷയങ്ങളിൽ വിഷയാധിഷ്ഠിതമായിട്ട് നിലപാടുകൾ എടുക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കുറച്ച് ആളുകളിൽ അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ OIC അല്ലെങ്കിൽ ഇതുപോലുള്ള ശശി തരൂർ. അപ്പോൾ ആ ഒരു ചേഞ്ചാണ് സത്യത്തിൽ നമ്മളിവിടെ ജനാധിപത്യത്തിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇതുപോലുള്ള നിലപാടുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഉയർത്തി വെക്കുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്
തിരിച്ചു വരുമ്പോഴും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ നിലപാടെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നിലവിലില്ല, ഇവിടെ നമ്മുടെ നാട്ടിലില്ല അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. അത് ആരുമില്ല, BJPയും അത് കൊടുത്തിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ദേശത്തിന് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഗതി പറ്റിയത്. പക്ഷേ മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങനെ ആയിരുന്നു എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണുമായിരുന്നോ? ഇല്ലല്ലോ. അവിടെ അപ്പോഴും അവരെ ഈ പറയുന്ന മതത്തിന്റെ ആംഗിളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആംഗിളിലോ ഒക്കെ കൊണ്ട് ഇപ്പം നിരന്തരം നമ്മൾ പണ്ടും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നെഹ്റു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അതാണ് ഞാൻ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിലപാടെടുക്കുന്ന ആളുകൾ അവരെ ആ സ്വാതന്ത്ര്യം, അവരുടെ നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് നമ്മളിവിടെ മാനിക്കേണ്ടത്. അതാണ് നമ്മൾ ഉയർത്തി വെക്കേണ്ടത്. ഇനി ഇതിൽ എങ്ങനെ ഇത് മാറ്റിക്കൊണ്ടുവരാം എന്നുള്ളൊരു ചോദ്യം, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു മെയിൻലാൻഡിൻ്റെ ഭാഗമാണെങ്കിൽ തന്നെയും അതൊരു ഐലൻഡ് പോലെയാണ് പല കാര്യങ്ങളിലും നിലനിൽക്കുന്നത്. അത് പ്രധാനമായിട്ടും ഈ ദേശഭക്തി അതല്ലെങ്കിൽ ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ആംഗിൾ വരുമ്പോൾ അതൊരു വലിയ കുറവ് തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഞാനൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്കൊക്കെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കളുണ്ട്. ഇവിടെ August 15th വരുന്നു, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ നമ്മുടെ റിപ്പബ്ലിക് ഡേ ഒക്കെ വരുന്ന സമയത്ത് നമ്മളിൽ എത്ര പേര് അതൊക്കെ ഒരു വലിയൊരു ഒരു വികാരമായി കണ്ട് അതിലൊരു ആഘോഷം നമ്മൾ കണ്ടെത്തുന്ന ഒരു നിലപാട് നമ്മുടെ മലയാളികൾക്ക് എത്ര പേർക്കുണ്ട്? ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ കർണാടകയിൽ നമുക്കത് കാണാം, തമിഴ്നാട്ടിൽ ഒരു പരിധി വരെയും കാണാം, എന്നാലും ഏതാണ്ട് നമ്മുടെ മാതിരിയൊക്കെ തന്നെയാണ്. അതിന് അപ്പുറത്തേക്ക് നമ്മൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ August 15th എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ആഘോഷമാണ്, പെരുന്നാൾ മാതിരിയാണ് അവർ പല ആളുകളും അത് കൊണ്ടാടുന്നത്. ഇപ്പോൾ അപ്പാർട്ട്മെന്റ്സിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെയൊക്കെ ഒരു ആഘോഷമാണ്. നമ്മുടെ നാട്ടിൽ എവിടെയാണ് അങ്ങനെ നമുക്ക് പൊതുവായിട്ട് കാണാൻ കഴിയുന്നത്? ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒക്കെ കുറേശ്ശെ വന്നു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ ഒരു രീതി നമുക്കില്ല. അപ്പോൾ ഈ നാഷണൽ ഇൻ്റഗ്രേഷൻ അതല്ലെങ്കിൽ ഈ ഒരു പാട്രിയോട്ടിക് ആയിട്ട് നിലനിൽക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ചിന്ത നമുക്കില്ല. നമ്മളെ ഒരുമിപ്പിക്കുന്നത് വേറെ പല കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ മലയാളി എന്നുള്ളൊരു ബോധവും അതുപോലുള്ള കാര്യങ്ങളും. അതുകൊണ്ടൊക്കെ തന്നെയാണ് മലയാളി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കളിയാക്കുന്നതും അല്ലെങ്കിൽ ഞാൻ മലയാളിയാണെന്നുള്ളത് വെച്ചിട്ട് അഭിമാനം, അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ചില വിഷയങ്ങളിൽ അവിടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വരണം. പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക തീവ്രവാദം, അതിന് ഏത് തീവ്രവാദമായാലും അതിൻ്റെ മുന്നിലൊക്കെ അത് വരണം. ഇപ്പം മാവോ ഭീഷണി, അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു വലിയ ഒരു തീവ്രവാദ ഭീഷണിയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വലിയ വാർത്ത നമ്മൾ കണ്ടതാണ്. ആ വാർത്തയുടെ സംഗതി പുറത്തു വന്നപ്പോഴും ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന മലയാളികളായിട്ടുള്ള ചില പുരോഗമന പുങ്കുവന്മാരെയാണ് നമ്മൾ അവിടെ കണ്ടത്. എന്തിനു വേണ്ടിയിട്ടത്? അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നത് സത്യത്തിൽ ഒരു മോറൽ ഹൈ മാത്രമാണ്. ഇത് ഇടതുപക്ഷം ഒരു കമ്മ്യൂണിസം എന്നുള്ളതിനേക്കാൾ ഉപരി അവർ കൊണ്ടു നടക്കുന്ന ഒരു ബോധമാണ്, ഒരു വളരെ വികലമായിട്ടുള്ള ഒരു ബോധമാണ്. ആ സാധനമാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനെ ഇതുപോലെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാമിക ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ ഈ സാമ്രാജ്യത്വ ലക്ഷ്യങ്ങൾ, ഇസ്ലാമിക രാജ്യമാക്കുക എന്നൊക്കെ പറയുന്ന ലക്ഷ്യങ്ങൾ കൊണ്ടു നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള കൂട്ടങ്ങളുടെ ആ ഒരു ലക്ഷ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ആയുധമാക്കുന്നത് ഈ ഒരു ഇടത് ചിന്തയാണ്, ഈ ഒരു മോറൽ ഹൈ ആണ്, നന്മ, മാനവികത എന്നൊക്കെ പറയുന്ന തരത്തിൽ അവരത് വളരെ തെറ്റായ രീതിയിലേക്ക് അത് കൊണ്ടുപോയിട്ട് എന്നിട്ട് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മോറൽ ഹൈ, ബാക്കിയുള്ളവർക്കൊന്നും അതില്ല, ഞങ്ങൾക്ക് മാത്രമേ അതുള്ളൂ, ഞങ്ങളുടെ മാനവികതയാണ് ഒറിജിനൽ മാനവികത എന്നൊക്കെ പറഞ്ഞ് നടക്കും. സത്യത്തിൽ അത് അറ്റം ചെത്തിയ മാനവികതയാണ്, നമ്മൾ അതിനെ അങ്ങനെ പറയാറുള്ളൂ. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തരത്തിലൊക്കെ പറഞ്ഞ് ഇതിനെല്ലാം കണക്ട് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ ഒരു ഗോളിലേക്കും കൂടി എത്തുമ്പോൾ അതൊരു മോദി വിരുദ്ധത, അന്ധമായ മോദി വിരുദ്ധത, അന്ധമായ BJP വിരുദ്ധത എന്നതിലേക്ക് എത്തുമ്പോൾ സത്യത്തിൽ ഇതുപോലെയുള്ള ദേശവിരുദ്ധമാണ് എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു പോകുന്നതാണ്. ഇത് നമ്മൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചർച്ച ചെയ്ത് തന്നെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തുടക്കത്തിൽ ഈ ഒരു സംഗതി ഇത് ഇത്ര വലിയ വിഷയമാക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നെന്ന് ഇപ്പൊ ഞാൻ ഓർക്കുന്നത്, ഇത് വേറെ ഒരു ചാനലും ഇത് ചർച്ചയാക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഇവിടെയെങ്കിലും ചർച്ചയാകുന്നതിൽ വളരെ നല്ല കാര്യം തന്നെയാണ് ഞാനിപ്പോൾ പറയാം. അതൊരു തിരുത്തായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് ഇത് കൂടുതൽ ആളിലേക്ക് എത്തുമ്പോൾ ഇത് ഇങ്ങനെ ഒരു വശം ഇതിനുണ്ട് എന്നൊരു ബോധം, അങ്ങനെ ഒരു സാധ്യത അതുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് പതിയെ ഇതിൽ മാറ്റം വരുള്ളൂ. അതാണ് എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത്. അല്ല, ഹമാസ് നേരത്തെ ഇവിടെ പരാമർശ വിധേയമായിട്ട് രാംകുമാർ സാറാണ് പറഞ്ഞത്. ഹമാസ് തലവൻ മുഹമ്മദ് സിൻവാർ ഹൂറികളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത കൂടെ അറിയിക്കുകയാണ് ആരിഫ് ഹുസൈൻ. രാംകുമാർ സാർ, ഇവിടെ ഈ സമസ്ത പോലുള്ള സംഘടനകൾ യാഥാസ്ഥിതികത്വത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന സംഘടനകൾ ആണ്. എങ്കിലും പുരോഗമനപരമായി ചിന്തിക്കുന്ന മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാൻ ചെറിയ അളവിലെങ്കിലും അവർക്ക്
സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സമസ്ത പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ ചെറിയ വിഭാഗം മുസ്ലിങ്ങളെ എങ്കിലും ഇപ്പോഴും സ്വാധീനിക്കില്ലേ, അവരെ ആകർഷിക്കില്ലേ? അത് വലിയൊരു ഒരു പ്രശ്നമായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? അതിനെ ലാഘവത്തോടെ എടുക്കാൻ സാധിക്കുമോ? അല്ല, തീർച്ചയായിട്ടും സമസ്തയുടെ നിലപാടുകൾ കേരളത്തിലെ ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും വ്യക്തമായിട്ടറിയാം. ഒരു 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥിനി സ്റ്റേജിൽ കയറിയപ്പോൾ എതിർത്തത് നേരിട്ട് കണ്ട രാജ്യമാണ് നമ്മുടെ. ആ രാജ്യത്താണ് കേണൽ ഖുരേഷിയെപ്പോലെ ഒരു ധീര വനിത പട്ടാളത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. കാരണം അവരുടെ സങ്കുചിതവും വളരെ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന സമീപനത്തിനും ഏറ്റ പരാജയം ഇന്നവർ കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പ്രചരിപ്പിച്ചിരുന്നോ അതൊന്നും യേശുന്നില്ല എന്നൊരു അപകർഷബോധം അവരുടെ മനസ്സിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മുസ്ലിം സ്ത്രീകൾ പരസ്യമായി പൊതുരംഗത്തും എല്ലാ രംഗത്തും ഇന്ന് ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഡോക്ടർമാരുണ്ട്, നല്ല അഭിഭാഷകരുണ്ട്, നല്ല ന്യായാധിപരുണ്ട്, നല്ല എൻജിനീയർമാരുണ്ട്. എല്ലാ രംഗത്തും മുസ്ലിം സ്ത്രീകൾ ഇന്ന് കാര്യമായിട്ട് ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് കേണൽ സോഫിയ ഖുരേഷി രാജ്യത്തിൻ്റെ ഒരു അഭിമാനമായി മാറി. സഹിക്കാൻ പറ്റുന്നില്ല പിന്നോക്കാവസ്ഥയെ ചിന്തിക്കുന്ന ആളുകൾക്ക്. പെൺകുട്ടികൾ പരസ്യമായി പാരിതോഷികം വാങ്ങാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇതൊന്നും ദഹിക്കാത്തില്ല. ആർക്കാണ് അത്ഭുതം? അപ്പം കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്, നമ്മുടെ കാൽക്കീഴിൽ നിന്നും മണ്ണ് പോവുകയാണ് എന്നൊരു തോന്നൽ അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അത് മറികടക്കാനാണ് ഈ തെറ്റിദ്ധാരണകരമായ ലേഖനങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, മതഭീകരതയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. 1. 2, അടിസ്ഥാനപരമായി പാകിസ്ഥാൻ്റെ കൂടെ നിന്ന തുർക്കി എന്ന രാജ്യത്തിൻ്റെ പങ്കിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടില്ല. തുർക്കി പാകിസ്ഥാന് സമ്മാനിച്ച കാമിക്കോസ് എന്ന യുദ്ധോപകരണങ്ങളുടെ പരിപൂർണ പരാജയത്തെക്കുറിച്ച് ലേഖനത്തിൽ ഒരു വാക്കില്ല. ഇസ്രയേലിൽ പാവപ്പെട്ട ഗാസയിലെ ജനങ്ങളുടെ പേരിൽ ബോംബ് വർഷിക്കുന്ന പരാമർശിച്ച ആളുകൾ ഹമാസിന് സ്വീകരണം കൊടുത്തതിനെക്കുറിച്ച് പരാമർശങ്ങളില്ല. ചുരുക്കത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാനുള്ള ഒരു നിഷ്ഫലമായ പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ലേഖനം എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പണ്ടത്തെ പോലെ കിട്ടുന്നില്ല. കാരണം അവർ മാറിപ്പോയി, അവർ വളർന്നു പോയി, അവർ വികസിച്ചു പോയി, അവർ വിജ്ഞാനം തേടിപ്പോകുന്നു. ആ പഴയ സങ്കുചിത ചുറ്റുവട്ടത്തിൻ്റെ ചരടുകൾ പൊട്ടിച്ചുകൊണ്ട് അവർ ജീവിതത്തിൽ മുന്നേറുന്നു. ഇത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം പണ്ടത്തെ പോലെ അടിമകളെപ്പോലെ ജീവിച്ചാലേ ഈ മത നേതാക്കന്മാരുടെ തിട്ടൂരങ്ങൾ അവരനുസരിക്കുകയുള്ളൂ. ഇന്ന് അവർ കൈവിട്ടു പോണു. അപ്പോൾ അവരെ തിരിച്ചു പിടിപ്പിക്കണം. ലക്ഷ്യം പൊതുശത്രുവായ ഭരണാധികാരിയെ ആക്രമിക്കാം. ഇവിടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്നതിന് ലേഖനമായിട്ട് എന്ത് പ്രസക്തിയുള്ളത്? ലേഖനത്തിലെ പരാമർശം വീണ്ടും യുദ്ധം വരുമോ എന്നാണ്. വീണ്ടും യുദ്ധം വരുന്നതിന് നരേന്ദ്രമോദിയുടെ ബീഹാർ തിരഞ്ഞെടുപ്പുമായിട്ട് എന്ത് ബന്ധമുണ്ട്? അപ്പോൾ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇതിൻ്റെ പേരിൽ CIA, വഖഫ് തുടങ്ങിയ പരാജയപ്പെട്ട പരിശ്രമങ്ങളുടെ തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതിയൊരു വടി കിട്ടുമോ എന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പരാജയപ്പെടാനാണ് പോണ്. കാരണം ഇന്ന് മുസ്ലിം ജനസാമാന്യം കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയണു, ഞാനത് അടിവരായിട്ട് പറയണു,
പണ്ടത്തെ പോലെ മുസ്ലിം ജനസാമാന്യത്തെ പറ്റിക്കാമെന്ന് മതസംഘടനകൾ തെറ്റിദ്ധരിക്കേണ്ട. അവർ ഉറക്കത്തുനിന്ന് ഉണർന്നു കഴിഞ്ഞു. സ്വന്തം സമുദായത്തിൻ്റെ ആവശ്യങ്ങളും സ്വന്തം നിലനിൽപ്പിൻ്റെ കാതലായ വശങ്ങളും അവർ പഠിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയുടെ തിരിച്ചറിവ് അവർക്കുണ്ടായിക്കഴിഞ്ഞു. പണ്ടത്തെ പോലെ ആട്ടിൻപറ്റങ്ങളെ പോലെ മതമേലധ്യക്ഷന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സമൂഹമല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ആ തെളിവിൻ്റെ കുറ്റബോധമാണ് ഇതുപോലത്തെ ലേഖനങ്ങൾ പ്രതിഫലിക്കുന്നത്. വീണ്ടും അവരെ ആ വഴിക്ക് തന്നെ കൊണ്ടുപോകണം. നിങ്ങളുടെ പൊതുശത്രു ഇതാ നരേന്ദ്രമോദി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പാകിസ്ഥാനെ പോലെയുള്ളൊരു മുസ്ലിം രാജ്യത്തിനെതിരായി വീണ്ടും യുദ്ധം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ യുദ്ധം വളരെയധികം ആഗ്രഹിക്കുന്ന പോലെയാണ് ലേഖനം. യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ രാജ്യം വികസനത്തിൻ്റെ കുതിപ്പിലാണ്. 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു നിന്ന് ലോകരാജ്യങ്ങൾ ഇവർ അംഗീകരിക്കുന്ന അവസരത്തിലാണ്. ഈ അവസരത്തിൽ കോടിക്കണക്കിന് യുദ്ധത്തിന് പോയാൽ മുരടിക്കുന്നത് നമ്മുടെ വികസനമാണ്. അപ്പോൾ ഇവിടെ വികസനം വേണ്ട എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് വീണ്ടും ഒരു പാക് യുദ്ധം എന്ന് മുറവിളി കൂട്ടി അതിന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ ലേഖനങ്ങൾ എഴുതുന്നു. ഈ ചതിയിൽ നമ്മുടെ സാമാന്യ ജനങ്ങൾ വീഴാൻ പാടില്ല. പ്രത്യേകിച്ചും നമ്മുടെ മുസ്ലിം സഹോദരന്മാരും മുസ്ലിം സഹോദരിമാരും ഇത്തരം ലേഖനങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ പിന്നിലുള്ള അജണ്ട തിരിച്ചറിയണം. അത് സമുദായത്തിൻ്റെ നന്മയല്ല, സമുദായത്തിൻ്റെ പുരോഗതിയല്ല, സമുദായത്തിൻ്റെ ക്ഷേമമല്ല, മറിച്ച് സമുദായത്തിനെ എക്കാലവും നിയന്ത്രിക്കാം എന്ന് ചിന്തിക്കുന്ന പിന്തിരിപ്പന്മാരായ മത നേതാക്കന്മാരുടെ ശബ്ദമാണ് ഇത്തരം ലേഖനങ്ങളിലൂടെ വരുന്നത്. മുസ്ലിം സമുദായം ഇത് തിരിച്ചറിയണം. കാരണം അവരാണ് ഇത്തരം പ്രവണതകളിൽ ഏറ്റവും നഷ്ടമുണ്ടാകാൻ പോകുന്നത്. അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ്, ഭൂരിപക്ഷം പേരും രാജ്യസ്നേഹികളാണ്. അങ്ങനെ അല്ലാതാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ലേഖനങ്ങൾ വരുന്നത്. പ്രകോപനപരമായ രാജ്യദ്രോഹപരമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് സാമാന്യ മുസ്ലിം ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ലേഖനങ്ങൾ. അവരെ തുറന്ന് കാണിക്കേണ്ടത് ജനൻ ടിവിയെ പോലെ രാജ്യസ്നേഹിയായ ഒരു മാധ്യമത്തിൻ്റെ ചുമതലയാണ്. ഓക്കെ, ശ്യാംരാജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്യാം നേരത്തെ പറഞ്ഞത് പൂർത്തിയാക്കാം. ഒന്ന് ഞാനതിനകത്ത് പറഞ്ഞത് അവിടെ വരണം. ഞാൻ രാംകുമാർ സാർ പറഞ്ഞൊരു പോയിന്റിൽ ഞാൻ തുടങ്ങാം. സഹിക്കാൻ പറ്റുന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഈ ആളുകളുടെയൊക്കെ പ്രശ്നം അതാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഒന്ന്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നാം അങ്ങോട്ട് കയറി തകർത്ത് തരിപ്പണമാക്കി തച്ചുടച്ചു കളഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട് ഇത്രയധികം വരുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മൾ ഇല്ലാതാക്കി. ഈ ഇല്ലാതായിട്ടുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഒരിക്കൽ നമ്മുടെ കാണ്ഡഹാറിൽ നിന്നുള്ള നമ്മുടെ ഫ്ലൈറ്റ് റാഞ്ച് ചെയ്തിട്ടുള്ള ആ ഭീകരവാദി അടക്കമുള്ള ആളുകൾ, അസറഫ് അടക്കമുള്ള ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവരെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ മുംബൈ ആക്രമണം നടത്തിയ മുംബൈ ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരുന്ന അജ്മൽ കസബിനൊക്കെ ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരുന്ന മുരീദ് കെയിലെ ലഷ്കർ ഇ തോയ്ബയുടെ മർക്കസ് തോയ്ബ എന്ന് പറയുന്ന അവരുടെ പരിശീലന കേന്ദ്രം തച്ചു തകർത്തു. അങ്ങനെ നമ്മൾ മുഴുവനും അടിച്ചു തകർത്ത് പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ നാമാവശേഷമാക്കി. രണ്ടാമത് സംഭവിച്ചത് എന്താണ്? ഒന്ന്, ഈ പറയുന്ന രീതിയിൽ ലോകത്തിന്റെ ആയുധ കമ്പോളത്തിലോ സൈനിക ശേഷിയിലോ ചൈന വലിയ സംഭവമൊന്നുമല്ല എന്ന് യഥാർത്ഥത്തിൽ ലോക ജനതയ്ക്ക് മനസ്സിലായി. കാരണം അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ് പൊളിച്ചടക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചത്. മൂന്നാമതായിട്ട് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധ രാജ്യങ്ങളാണെന്ന്. സത്യത്തിൽ ഇന്ത്യ മാത്രമാണ് ആണവായുധ രാജ്യമെന്നും പാകിസ്ഥാനിന്റെ ആണവായുധ ഭീഷണിയൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പറയാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ അത് മനസ്സിലാവുകയും ചെയ്തു.
ഈ അണുവായുധം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പേടിപ്പിക്കലുന്നുണ്ട്, അതൊന്നും നടക്കൂല എന്നുള്ള കാര്യം ലോകത്തിന് മുഴുവൻ മനസ്സിലായി. അപ്പോൾ ഇവിടെ സത്യത്തിൽ സംഭവിച്ചത്, ഒന്ന്, ചൈന അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചൈന എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് അവരുടെ ബലഹീനത ലോകത്തിന് മനസ്സിലായി. രണ്ട്, ഇന്ത്യ പാക് സമം എന്നുള്ള ഒരു ഇക്വേഷനൊക്കെ മാറി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ദരിദ്ര രാജ്യം മാത്രമാണെന്നും സൈനിക ശേഷിയിലെ ഇന്ത്യയോടൊപ്പം തുച്ഛമായിട്ട് ഒരുപക്ഷെ ഒന്ന് താരതമ്യ വിധേയം പോലും അല്ലാത്ത രീതിയിലുള്ള ഒരു ദുർബല രാജ്യമാണ് എന്ന് ലോകത്തിന് മനസ്സിലായി. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ആരാണ്? നരേന്ദ്രമോദി, BJP സർക്കാർ, സംഘപരിവാർ സംഘടനകൾ. അവിടെയാണ് അവർക്ക് സഹിക്കാതായത്. ഇതെല്ലാം ചെയ്തത്, ഈ കാര്യങ്ങൾ എല്ലാം ചെയ്തതും മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശേഷിയായിട്ട് കഴിഞ്ഞ ആഴ്ച മാറിക്കഴിഞ്ഞു. ജപ്പാനെ നമ്മൾ പിന്തള്ളി. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ഇത്തരത്തിലുള്ള പാകിസ്ഥാനെയും ചൈനയൊക്കെ ബഹുദൂരം എല്ലാ രീതിയിലും തിരിച്ചടിയിൽ നമ്മൾ പിന്നോട്ടാക്കുന്നു, രണ്ട്, സാമ്പത്തിക ശേഷിയിൽ പിന്നോട്ടാക്കുന്നു. ഇങ്ങനെ മുഴുവൻ രീതിയിലും ഇന്ത്യ ലോകത്തിന്റെ നിറകയിലേക്ക് കയറുമ്പോൾ അതിന് കാരണം നരേന്ദ്രമോദിയും BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ആകുമ്പോൾ അത് സഹിക്കുന്നില്ല. അതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം അത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണെന്ന്. ഈ രാഹുൽ ഗാന്ധി, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ, ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. സുസ്ഥിരമായിട്ട് ഈ രാജ്യം പോകുന്നതിന് ഇവർ ഭയപ്പെടുന്നു. ഈ രാജ്യം ഒരു വികസിത രാജ്യമാകുന്നതിന് ഇവർ ഭയപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് ആ ഭയത്തിൽ നിന്ന് ജനങ്ങളെ എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ അത്രത്തോളം ലേഖനം ഇവർ എഴുതുക തന്നെ ചെയ്യും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത്. സത്യത്തിൽ ഈ ലേഖനം എങ്ങനെയായിരുന്നു എഴുതേണ്ടിയിരുന്നത്? നമ്മൾ പറയേണ്ടത്, നമ്മുടെ കാണ്ഡഹാറിലെ വിമാനം റാഞ്ചിയ ഭീകരനെ അടക്കമുള്ള അവന്റെ കുടുംബത്തെ നമ്മൾ നാമാവശേഷമാക്കി അതിന് നമ്മൾ അഭിമാനിക്കണം എന്ന് നമ്മൾ എഴുതണ്ടല്ലോ. അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്, ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവർക്ക് സഹിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. അതിനെതിരെ ഈ രാജ്യത്തിലെ, ഈ സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള അത് ഇവർ മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കോൺഗ്രസിലെ ഇപ്പൊ ശശി തരൂരിനെ പോലെയുള്ള ആളുകളെ പോലും കോൺഗ്രസിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ എല്ലാ പാർട്ടികളും, പ്രത്യേകിച്ച് ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, എല്ലാ പാർട്ടികളും സമസ്തയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ തിണ്ണനിരങ്ങാണല്ലോ. അതായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നതും. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ എന്ത് നാണം കെട്ടും ഇവരുടെ തിണ്ണം നിരങ്ങുകയും ഇവർ എന്ത് ചെയ്താലും അത് ശരിയെന്ന് പറയുകയും ഇവരെന്ത് തന്നെ കൊടുത്താലും അത് അമൃതം എന്നൊക്കെ പറഞ്ഞ് ഭക്ഷിക്കുന്ന രീതിയിലോട്ട് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മാറിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് യാഥാർത്ഥ്യം? ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുന്നത് ഇത് നിഷ്കളങ്കമായിട്ടുള്ള ആർട്ടിക്കിളൊന്നുമല്ല. ഇത് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് രാജ്യവിരുദ്ധമാണ്, ഈ രാജ്യത്തിലെ സർക്കാർ വിരുദ്ധമാണ്. അതിനെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അതുമായിട്ടുള്ള ചർച്ചകളുമായിട്ട് ഇനി മുമ്പോട്ട് പോവുക തന്നെ വേണം. അതായത് അത് തന്നെയാണ് എനിക്ക് ഇവിടെ ഈ ഒരു വിഷയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പോയിന്റോട് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്ന്, നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ BJP സർക്കാരും പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറഞ്ഞു. ഒന്ന്, ഇത്തരത്തില് ഒരു രാജ്യത്തെ നമ്മൾ തിരിച്ചടിച്ച് തോൽപ്പിച്ചപ്പോ അത് രാജ്യത്തെ ജനങ്ങളോട് പറയുമെന്നേ. അത് ഇനിയും പറയും. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലൊക്കെ പറയും. എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? ഈ 2004 മുതൽ 2014 വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഈ രാജ്യത്ത് എത്രയധികം തീവ്രവാദ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി. ഓർമ്മയില്ലേ? മുംബൈയിൽ തന്നെ 2006 അരമണിക്കൂറിനകത്തിലെ 8-7 ട്രെയിനുകളിൽ ഉഗ്രസ്ഫോടനം ഉണ്ടായി. നമ്മുടെ 200ഓളം പേരെ ആൾക്കാർ നഷ്ടപ്പെട്ടത്. ഡൽഹിയില്, മുംബൈയില്, കൊൽക്കത്തയില്, അഹമ്മദാബാദില്, ബാംഗ്ലൂര്, ഹൈദരാബാദ്, എവിടെയൊക്കെ സ്ഫോടനം നടക്കാതിരുന്നത്. പക്ഷെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ ജമ്മു കാശ്മീർ ഒഴികെ ഒരു ഭാഗത്ത് പോലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടക്കാതായി കഴിഞ്ഞപ്പോൾ, ഈ രാജ്യത്തെ തീവ്രവാദത്തെയും നക്സലിസത്തെയും അടിച്ചമർത്തി കഴിഞ്ഞപ്പോൾ, ഇനി എന്നൊക്കെ തീവ്രവാദികൾ ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു, അന്നൊക്കെ അതിശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൽ ജനങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്നേ. ആ തിരിച്ചടിക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രിയിൽ നമുക്ക് അഭിമാനം ഉണ്ടാകുന്നേ. ആ പ്രധാനമന്ത്രി നയിക്കുന്ന പാർട്ടിയിൽ നമുക്ക് അഭിമാനം ഉണ്ടാകുന്നേ. അത് ജനങ്ങളോട് പറയുക തന്നെ ചെയ്യുമെന്നേ. അത് പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറയാൻ എങ്ങനെ ശരിയാവുക? നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, തീവ്രവാദികളെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചിട്ടുണ്ടെങ്കിൽ, അവർ നമ്മുടെ കാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അത് ആത്മാഭിമാനമുള്ള ഈ രാജ്യത്തെ ജനങ്ങളോടും ഞങ്ങൾ BJPക്കാരനും ഇന്നാട്ടിൽ ആത്മാഭിമാനമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനതയോട് നമ്മൾ പറയുമെന്നേ. അതിന് ഇവര് കൊതി കുത്തിയിട്ട് കാര്യമൊന്നുമല്ല, അതിന് അസൂയ കൊണ്ടിട്ടും കാര്യമില്ല, അത് ഇവർക്ക് സഹിക്കാൻ പറ്റാതിരുന്നിട്ടും കാര്യമില്ല. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്
നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. അത് ഞങ്ങൾ ഇനിയും ജനങ്ങളോട് പറയും. ഇനിയും പാകിസ്ഥാനോട് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. പറഞ്ഞിട്ടുള്ളത് ഇനിയൊരു തീവ്രവാദ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യുദ്ധമായി കണക്കാക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്, ഈ രാജ്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും തിരിച്ചടിക്കുന്നു. ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളോട് പറയുകയും ചെയ്യും. അതില് അഭിമാനം കൊള്ളുന്നതിന് പകരം, അതില് രാജ്യത്തിന്റെയും സർക്കാരിനൊപ്പം നിൽക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്നുള്ളത് മാത്രമല്ല, അതിനെ രാജ്യദ്രോഹം എന്ന് തന്നെ പറഞ്ഞാലും തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. അത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് സമസ്ത അടക്കമുള്ള സംഘടനകൾ രാജ്യത്തോട് നമുക്ക് രാജ്യത്തോടൊപ്പം നിൽക്കാം, എന്നിട്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെ വരണം എന്നാണ് ഇവരോട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇവരങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്താണ് എന്നൊക്കെ പരിശോധിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ വരണം എന്ന് നിർബന്ധമൊന്നും പിടിക്കാനും പറ്റില്ല. പക്ഷെ ഇവർ ഒരുമിച്ച് വരണം, ഈ രാജ്യത്തിനോടും അതോടൊപ്പം ഇവിടുത്തെ സർക്കാരിനോടും ഈ സന്ദർഭത്തിലെങ്കിലും നിൽക്കണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. യെസ് രാംകുമാർ സാർ, എന്തുകൊണ്ട് ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല? നേരത്തെ നോക്കൂ, ഈ ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണല്ലോ പറയുന്നത്. അവരുടെ ഫ്ലെക്സ് അത് ആനപ്പുറത്തേറ്റി നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നും കേസ് കൊടുത്തിരുന്നു, ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തില്ല. മാത്രമല്ല, ഇതുപോലുള്ള നിരവധി പ്രവർത്തനങ്ങൾ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സമസ്തയുടെ ഭാഗത്തു നിന്നാവട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നാവട്ടെ, SDPIയുടെ ഭാഗത്തു നിന്നാവട്ടെ. പക്ഷേ എന്തുകൊണ്ട് നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല? ആ ഉണ്ടാവാത്തത് തന്നെയല്ലേ ഇവർക്ക് വീണ്ടും പ്രചോദനമേകുന്നത്? അതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഭരണഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടാണ്. സർക്കാരിനെ എതിർക്കുന്നതോ വിമർശിക്കുന്നതോ നിശിതമായ ഭാഷയിൽ ആക്രമിക്കുന്നതോ ഈ രാജ്യത്ത് അനുവദനീയമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ നിലനിൽപ്പും രാജ്യസ്നേഹത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അത് പ്രത്യേക രീതിയിൽ കാണണം. കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും അഖണ്ഡതയും തകർക്കുന്ന രീതിയിലുള്ള സംസാരമാണ്. പക്ഷേ ഈ ലേഖനം വായിച്ചാൽ വളരെ ശ്രദ്ധിച്ച് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നകന്ന് ഒരു കാരണവശാലും നിയമപരമായൊരു നടപടി നേരിടുന്നതിലുള്ള വൈമുഖ്യം പ്രകടമാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കിയ ലേഖനമാണ്. ഉദാഹരണത്തിന്, മതഭീകരതയെക്കുറിച്ച് ഒരൊറ്റ വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഈ പഹൽഗാം പ്രശ്നവും ഇന്ത്യ പാകിസ്ഥാൻ, നമ്മുടെ വിമാനങ്ങൾ പാകിസ്ഥാനിലെ ഭീകര സംഘം തകർത്തതിൻ്റെ ഒക്കെ പിന്നിൽ ഉള്ള ലക്ഷ്യം മതഭീകരതയെ തകർക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും സമസ്ത പോലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ജിഹ്വയായ ഒരു പത്രം സംസാരിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം സൂചനാർഹമാണ്. കാരണം മതഭീകരത മോശമാണ്, അത് ഇസ്ലാം വിരുദ്ധമാണ്. ഓവൈസി ധൈര്യമായിട്ട് പറഞ്ഞല്ലോ, ഇസ്ലാം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇസ്ലാമിൽ ഭീകരത ഇല്ല, ഭീകരത അനിസ്ലാമികമാണ് എന്ന് അദ്ദേഹം ഈ നമ്മുടെ വിദേശ സംഘത്തിലെ അംഗമാകുന്നതിന് മുമ്പ് ഹൈദരാബാദിൽ വെച്ച് പരസ്യമായി പറഞ്ഞല്ലോ. ആ ഒരു നിലപാട് എന്തുകൊണ്ട് സമസ്ത എടുക്കുന്നില്ല? സമസ്തയുടെ നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞു, കേരളത്തിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ അമിതമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് പരിരക്ഷയുണ്ട്, സംരക്ഷണമുണ്ട്, പ്രത്യേക പരിഗണനയുണ്ട്. എന്നിട്ടും മതഭീകരതയെക്കുറിച്ച്, ഇസ്രയേലിനെ കുറിച്ച് പ്രത്യേകം പരാമർശമുണ്ട്, പക്ഷേ ഹമാസിനെ കുറിച്ച് പരാമർശമില്ല. ചൈനയെക്കുറിച്ച് പരാമർശമുണ്ട്, പക്ഷേ തുർക്കിയെക്കുറിച്ച് പരാമർശമില്ല. തുർക്കിയും സമസ്തയ്ക്കും പൊതു താല്പര്യങ്ങളുണ്ട്. തുർക്കിയുടെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ഖിലാഫത്ത് നമ്മുടെ കേരളത്തിൽ വന്നത് തുർക്കിയിൽ നിന്നാണ്. ആ തുർക്കിയാണ് ഇന്ന് പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു, പരസ്യമായി അവരെ സഹായിക്കുന്നു. മറ്റു രാജ്യങ്ങളൊക്കെ വിട്ടുനിന്നു. അമേരിക്ക വരെ പാകിസ്ഥാനും ഇന്ത്യയും ഒരുപോലെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞാലും പാകിസ്ഥാൻ്റെ ഭീകരവാദത്തെ അനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ള പ്രത്യേകം
സൂചനാർഹമാണ്. ഇത്രയൊക്കെ ആയിട്ടും സമസ്ത പോലെയുള്ള ഒരു സംഘടന ഭീകരവാദത്തെ എന്തുകൊണ്ട് എതിർത്തുകൊണ്ട് ഒരു വരിയെങ്കിലും എഴുതുന്നില്ല? കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നതെന്നാണ് അവകാശവാദം. മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഒരിക്കലും അക്രമമോ ഇതോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗമായി ചുരുങ്ങിയ ഒരു വിഭാഗമുണ്ട്. അതാണ് നേരത്തെ അനിൽ സൂചിപ്പിച്ച പോലെ ആലപ്പുഴയിലും കാസർഗോഡ് അമ്പലനടയിൽ കെട്ടിത്തൂക്കും എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ. ആ പ്രവണത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. സാധാരണ മുസ്ലിം ജനസാമാന്യം ഇത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ധാരണ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണങ്ങളില്ല. അപ്പം ആ കാഴ്ചപ്പാട് പൊതുജനം അംഗീകരിക്കും എന്നൊരു സ്ഥിതി വരുമ്പോഴാണ് സമസ്തയ്ക്ക് സഖികെടുന്നത്. അപ്പോൾ കൈവിട്ടു പോയത് വീണ്ടും തിരിച്ചെടുക്കണം എന്ന ആക്രാന്തത്തിലാണ് ഇത്തരം ലേഖനങ്ങൾ എഴുതുന്നത്. ഇത് ആലപ്പുഴയിലോ കാസർഗോഡൊക്കെ ഇട്ട മുദ്രാവാക്യത്തിൻ്റെ അതേ ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. അവരുടെ ടാർഗറ്റ് നരേന്ദ്രമോദിയാണ്. രാജ്യസ്നേഹമോ മതസ്നേഹമോ മത വിഭാഗത്തിൻ്റെ താല്പര്യമോ അല്ല. ശത്രുവിനെ അലോസരപ്പെടുത്താൻ എന്തെഴുതണം എന്ന് ലക്ഷ്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി പ്രത്യേക താല്പര്യത്തോടുകൂടി എഴുതിയ ലേഖനമാണിത്. ആ ലേഖനം അങ്ങേയറ്റം ആക്ഷേപകരമാണ്. നിയമത്തിൻ്റെ പരിധിയിൽ അത് വരുമോ എന്നുള്ളത് വളരെ സംശയമാണ്. കാരണം ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യദ്രോഹപരമാണ് എന്ന് പ്രഥമദൃഷ്ട്യാ പറയാതിരിക്കാനുള്ള കരുതലുകൾ ആ ലേഖനത്തിൻ്റെ ഓരോ വരിയിലും പ്രതിഫലിക്കുന്നുണ്ട്. അവിടെയാണ് അവരുടെ മിടുക്ക്. ആ ശ്രദ്ധ കാരണം ക്ഷമിക്കണം. അല്ല, മൊത്തത്തിൽ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്നത് ഇത് ഭാരതത്തിന് എതിരാണ് എന്ന് തന്നെയല്ലേ? ഈ ലേഖനത്തിൽ എന്താണ് എഴുതിയയാൾ ഉദ്ദേശിക്കുന്നത്? അത് ദേശവിരുദ്ധം എന്ന് തന്നെയല്ലേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും അങ്ങനത്തെ വാക്കുകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. രാജ്യം ഒറ്റപ്പെട്ടു അതെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇന്ത്യ ഒഴിച്ച് മറ്റൊരു രാജ്യവും നമ്മളെ സഹായിക്കാനുണ്ടായില്ല പഹൽഗാം വിഷയത്തിൽ തിരിച്ചടിക്ക് എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അത് തീരെ തെറ്റല്ലേ? നമ്മുടെ വിദേശ സംഘങ്ങൾ പോയ എല്ലാ രാജ്യങ്ങളും പരസ്യമായി ഭീകരവിരുദ്ധയ്ക്ക് ഭാരതമെടുക്കുന്ന നടപടികളെ പൂർണ്ണമായും സഹായിച്ചിട്ടുണ്ട്. 2 അപവാദങ്ങൾ ചൈനയും തുർക്കിയും മാത്രമാണ്. ഇറാൻ വരെ പിന്മാറി. ഇറാൻ വരെ ഭീകരവാദത്തിന് സഹായിക്കാതെ മധ്യസ്ഥതയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങൾ ആരും പാകിസ്ഥാനെ സഹായിച്ചില്ല. അപ്പം നമ്മുടെ രാജ്യം ഒറ്റപ്പെട്ടു എന്ന സമസ്ത മുഖപത്രത്തിൻ്റെ അവകാശവാദം തികച്ചും തെറ്റാണ്. രാജ്യദ്രോഹപരമാണ്, നഗ്നമായ ദേശദ്രോഹമാണ്. ഓക്കെ, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കെ രാംകുമാർ. ഓപ്പറേഷൻ സിന്ദൂരിൽ ഭാരതത്തിന് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതാണ് പ്രധാന വിമർശനം. അതുപോലെ പഹൽഗാം ആക്രമണത്തിൽ ഭാരതത്തിന് ലോകരാഷ്ട്രങ്ങളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല എന്ന വിമർശനമുണ്ട്. ഭാരതത്തിൻ്റെ ആക്രമണം ചൈനയുടെ സാങ്കേതിക വിദ്യക്ക് ആയുധ വിപണിയിൽ കുതിപ്പുണ്ടാക്കി എന്ന ഈ മുഖപത്രത്തിൽ പറയുന്നു. വിദേശകാര്യമന്ത്രിയെ വിമർശിക്കുന്നുണ്ട്. അതുപോലെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ മാർക്കറ്റ് അത് കുത്തനെ ഇടിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ BJPക്ക് നേട്ടമുണ്ടാക്കാൻ എന്നും സുപ്രഭാതം പറയുന്നു. അതായത് മോദിയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്ന രീതിയിലാണ് ഇതിനെ അവർ വിവക്ഷിക്കുന്നത്. ഭാരതവും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിലേർപ്പെടുമെന്ന് കരുതുകയും അത് സംഭവിക്കാതെ വന്നപ്പോൾ നിരാശപ്പെടുകയും ചെയ്തവർ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്, ഈ കൊച്ചു കേരളത്തിലുണ്ട്. ദേശവിരുദ്ധതയിൽ അഭിരമിക്കുന്ന അവരുടെ ആത്യന്തിക ലക്ഷ്യം അത് നമ്മുടെ പ്രധാനമന്ത്രി, ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കെ രാംകുമാർ.
ശ്യാംരാജ്, ഡോക്ടർ ആരിഫ് ഹുസൈൻ ഈ ചർച്ച സജീവമാക്കിയതിന് ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.